ഹായ് ഓൾ. മഴക്കാലം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും പലരും നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഈ കാലിലെ പേശി വലിവ് അല്ലെങ്കിൽ ഈ മസിൽ ക്രാമ്പ്. രാത്രിയിൽ ഉറക്കത്തിനിടയിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ വേദന നമ്മുടെ വിശ്രമത്തെ ബാധിക്കാറുമുണ്ട്. ഇനി നമ്മൾക്കിത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും എങ്ങനെ നമുക്കിപ്പോൾ രാത്രിയിൽ അങ്ങനെ ഉറക്കത്തിൽ ഒരു മസിൽ ക്രാമ്പ് ഉണ്ടായാലും എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് തണുപ്പ് കാലത്ത് ഇത് കൂടുതലായിട്ട് വരുന്നത്? അതായത് ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. വാസോ കൺസ്ട്രക്ഷൻ, അതായത് തണുപ്പ് കൂടുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു. ഇത് പേശികളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും ഓക്സിജൻ്റെ ലഭ്യതയിൽ കുറവുണ്ടാകുകയും ചെയ്യുന്നു. രണ്ടാമത് ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു അസന്തുലിതാവസ്ഥ. ശരീരത്തിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ മിനറൽസിൻ്റെ അളവിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും പേശികളെ അമിതമായി വലിഞ്ഞു മുറുകാനായിട്ട് പ്രേരിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? തണുപ്പ് കാലത്ത് ദാഹം കുറവായതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നമ്മൾ പലപ്പോഴും മറക്കും. അപ്പോൾ ശരീരത്തിലെ ജലാംശം കുറയുന്നത് പേശികളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നു. മസിൽ ക്രാംസ് ഉണ്ടാകുന്നതിന് മറ്റു ചില കാരണങ്ങളും കൂടിയുണ്ട്. അത് ചുരുക്കത്തിൽ സ്ക്രീനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഇപ്പോൾ ഉറക്കത്തിൽ നമ്മുടെ കാലിലൊന്ന് ഒരു മസിൽ പിടിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം കട്ടിലിൽ നിവർന്ന് കിടക്കണം. ഈ മുട്ട് മടക്കാതെ നമ്മുടെ കാല് നേരെ വെക്കുന്നു. ഉപ്പൂറ്റി കട്ടിൽ നിന്ന് അല്പം ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പാദത്തിൻ്റെ മുൻഭാഗം, അതായത് നമ്മുടെ വിരലുകൾ നമ്മുടെ കൈകൊണ്ട് പിടിച്ച് നമ്മളിലേക്ക് വലിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ നേരെ മുകളിലേക്ക് വലിക്കാൻ ശ്രമിക്കുക. അമിതമായിട്ട് ബലം പ്രയോഗിക്കരുത്. ശ്വാസം പിടിച്ചു വെക്കുകയും ചെയ്യരുത്. ഉറക്കത്തിൽ മസിൽ പിടിച്ചാൽ കഠിനമായ വേദനയായിരിക്കും. നമ്മൾക്കത് സാധിച്ചെന്ന് വരില്ല. പലപ്പോഴും നമുക്ക് മുന്നോട്ടാഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ കയ്യിൽ ബെഡ്ഷീറ്റ് കാണുമല്ലോ, അത് നമുക്ക് മടക്കി ഇങ്ങനെ കാലിൽ പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ ഇടത്ത് കൈ കൊണ്ട് വലിച്ചു പിടിക്കുന്നു. അതിനുശേഷം പുള്ള് ചെയ്തുകൊണ്ട് പതുക്കെയാണ് നമ്മൾ പുള്ള് ചെയ്യുന്നത്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടും ഇരിക്കുക. ആ സമയത്ത് ആ മസിൽ പിടിച്ച ഭാഗത്ത് നമ്മുടെ വലത്തെ കൈ കൊണ്ടൊന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഹാർഡായിട്ടൊന്നും മസാജ് ചെയ്യേണ്ട കാര്യമില്ല. വേദന കുറയുന്നിടം വരെ നമ്മളത് പുള്ള് ചെയ്യുന്നു. കുറച്ച് ഒരു 10-15 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുന്നു. എന്നിട്ട് മസാജും ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അത് മാറുന്നതാണ്. കുറച്ച് നേരത്തേക്ക് ഇത് തുടരുക, നമ്മൾക്ക് ആശ്വാസം കിട്ടുന്നിടം വരെ. ഇനി മാറുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഹോട്ട് പാക്ക് ഉപയോഗിച്ച് മസിലിന് അയവ് വരുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉപ്പൂറ്റി കുത്തി നടക്കുന്നത്, അതായത് നമുക്കൊരു സ്ട്രെച്ചാണ് ആവശ്യം. ഉപ്പൂറ്റി കുത്തി നടക്കുന്നതും നമുക്ക് ആ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം കൂട്ടാനും സ്ട്രെച്ചിങ്ങിനും നല്ലതാണ്. ഒരു പ്രിവെൻഷൻ എന്നുള്ള നിലയ്ക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കാഫ് സ്ട്രെച്ചിങ് ചെയ്തിട്ട് കിടക്കുന്നത് നല്ലതാണ്. നമ്മളതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക.